നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് 1ാം വർഷം എല്ലാ പഠിതാക്കളെയും ലേൺ വിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആദ്യത്തെ ക്ലാസ്സാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ പാഠം ഒരു കവിതയാണ്. കവിതയുടെ പേര് ജ്ഞാനപ്പാന. എഴുതിയിരിക്കുന്നത് പൂന്താനം നമ്പൂതിരി. മലയാള കവിതയിൽ ഭക്തിപ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഭക്തിപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെയാണ്. നമ്മുടെ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ കൃതികളിലെല്ലാം തന്നെ ഭക്തിരസത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഈ കൃതികളിലെല്ലാം തന്നെ ഭക്തിരസം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. എന്നാൽ മലയാളത്തിലെ ഭക്ത കവികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് പൂന്താനത്തിൻ്റെത്. അദ്ദേഹം സരസമായ ലളിതമായ പച്ച മലയാള ഭാഷയിലാണ് തന്റെ കവിതകൾ എഴുതിയത്. അദ്ദേഹത്തിന്റെ ജ്ഞാനപ്പാന, പാന എന്നാൽ പാട്ട് എന്നാണ് അർത്ഥം. ജ്ഞാനം അറിവ്, അറിവിന്റെ പാന, അറിവിന്റെ പാട്ട്. ആ കവിതയുടെ തലക്കെട്ട് തന്നെ വളരെ അർത്ഥവത്താണ്. അറിവ് നമ്മളിലേക്ക് പറഞ്ഞു തരുന്നു. 16ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പൂന്താനം എന്നത് അദ്ദേഹത്തിന്റെ ഇല്ലപ്പേരാണ്. അദ്ദേഹത്തിന്റെ ശരിയായ നാമം എന്താണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പൂന്താനം. അദ്ദേഹം വളരെ കാലം ആറ്റുനോറ്റ് ഒരു കുഞ്ഞുണ്ടായി. കുട്ടികളില്ലാതിരുന്ന അദ്ദേഹം ഉണ്ണിയുണ്ടായപ്പോൾ വളരെയധികം സന്തോഷിച്ചു. എന്നാൽ അധികകാലം കഴിയുന്നതിന് മുൻപ് തന്നെ ആ ഉണ്ണി മരണമടയുന്നു. അദ്ദേഹത്തിന്റെ ദുഃഖം എത്ര വലുതായിരിക്കും. അദ്ദേഹം ആ ദുഃഖത്തിൽ നിന്നും കരകയറുന്നത് ഭക്തിയിലൂടെയാണ്. ഗുരുവായൂരപ്പന്റെ അതീവ ഭക്തനായി അദ്ദേഹം മാറുന്നു. അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ സ്ഥിര താമസമാണ് പലപ്പോഴും. അവിടെ വെച്ച് അദ്ദേഹം എഴുതിയ കാവ്യമാണ് ജ്ഞാനപ്പാന എന്നത്. ആ കാലഘട്ടത്തിൽ കേരളീയ സമൂഹത്തിൽ ഉണ്ടായിരുന്ന അധപ്പതനം, ജനങ്ങളുടെ ചീത്ത പ്രവർത്തികൾ, ദുഷ്പ്രവർത്തികൾ, ജനങ്ങളുടെ അധർമ്മപരമായ ജീവിതം, ഇതെല്ലാം ഈ കവിതയിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യൻ അതിൽ നിന്നും കരകയറാൻ ഏറ്റവും ഉത്തമമായ മാർഗം ഭക്തിയാണെന്നും ഭക്തിയിലൂടെ എല്ലാ ദുഷ്പ്രവണതകളും മാറ്റിയെടുത്ത് സത്കർമ്മികളായിട്ട്, സജ്ജനങ്ങളായിട്ട് മാറാൻ സാധിക്കുമെന്നും കവി വ്യക്തമാക്കുന്നു. ജ്ഞാനപ്പാന എഴുതിയതിന് ശേഷം അദ്ദേഹം അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടായിരുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, അക്കാലത്തെ സംസ്കൃത പണ്ഡിതന്മാരിൽ പ്രമുഖൻ, സംസ്കൃത ഭാഷയ്ക്കും സംസ്കൃത ഭാഷയിൽ എഴുതുന്ന കവിതകൾക്കും പ്രാധാന്യം വളരെയധികം ഉള്ള ഒരു കാലത്താണ് നമ്മുടെ പൂന്താനം പച്ച മലയാള ഭാഷയിൽ ഈ ജ്ഞാനപ്പാന എഴുതിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പൂന്താനം താൻ എഴുതിയ കാവ്യവുമായിട്ട് മേൽപ്പത്തൂരിന് സമീപമെത്തി. എന്നിട്ട് പറഞ്ഞു, സ്വാമി, ഞാനിതാ ഒരു കാവ്യം എഴുതിയിരിക്കുന്നു. അങ്ങ് ഇത് പരിശോധിച്ച് ഇതിലെന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി തരണം. മേൽപ്പത്തൂർ പതുക്കെ ശിരസുയർത്തി നോക്കി. അല്ല, ഇതാര്? പൂന്താനമോ? എന്താണ് എഴുതിക്കൊണ്ടുവന്ന കാവ്യം? ഭാഷാകാവ്യമല്ലേ, സംസ്കൃത കാവ്യമല്ലല്ലോ. ഭാഷാകാവ്യത്തിൽ പിഴവുകൾ മാത്രമേ ഉണ്ടായിരിക്കൂ, അതിൽ തിരുത്തേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ പൂന്താനത്തിനെ കളിയാക്കുന്നു, പരിഹസിക്കുന്നു. ഈ പരിഹാസ വാക്കുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളും കേൾക്കുന്നു. അതിൽ അതീവ ദുഃഖിതനായ പൂന്താനം കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു. ഈ സമയത്ത് ശ്രീകോവിലിന്റെ ഉള്ളിൽ നിന്നും ഒരു അശരീരി വന്നു എന്നാണ് പറയുന്നത്.
അല്ലയോ മേൽപ്പത്തൂരെ, താങ്കളുടെ വിഭക്തിയേക്കാൾ എനിക്ക് പ്രിയം പൂന്താനത്തിന്റെ ഭക്തിയാണ് എന്ന്. ഇത് കേട്ടതോടെ പൂന്താനത്തിന് തന്റെ അഹംഭാവവും താൻ വലിയ ആളാണെന്നുള്ള ആ ഒരു ചിന്താഗതിയും എല്ലാം മാറിയിട്ട് അദ്ദേഹം ഓടി ചെല്ലുകയാണ് പൂന്താനത്തിന് സമീപത്തേക്ക്. അമ്പലത്തിന്റെ ഒരു ഭാഗത്ത് ദുഃഖിതനായിരുന്ന പൂന്താനത്തിന്റെ അടുത്തെത്തിയ അദ്ദേഹം ആ ജ്ഞാനപ്പാന ചോദിച്ചു വാങ്ങി പരിശോധിച്ചിട്ട് ആ കൃതിയെ വളരെയധികം പുകഴ്ത്തി സംസാരിക്കുകയാണ്. ഇതിൽ തിരുത്താനായിട്ടൊന്നുമില്ലെന്നും അതീവ മഹത്വമേറിയ അഭിനന്ദിക്കേണ്ട ഒരു കൃതിയാണെന്നും പറഞ്ഞ് അത് തിരിച്ചു കൊടുക്കുന്നു. ഇത് ഒരു ഐതിഹ്യമാണ് കേട്ടോ. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നമുക്കറിയില്ല. ഞാൻ ഈ കഥാഭാഗവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ അങ്ങനെയുള്ള ആ ജ്ഞാനപ്പാന, അതില് പറഞ്ഞിരിക്കുന്ന ഒരു വന്ദനാ ശ്ലോകമുണ്ട്, നമ്മളെപ്പോഴും ചൊല്ലാറുള്ളത്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. കേട്ടിട്ടില്ലേ ഇത്? അതെ, എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈശ്വര ചിന്തയുണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ നമ്മുടെ ഈ നരജന്മം, മനുഷ്യജന്മം സഫലമായിടും എന്നാണ് അർത്ഥം. കൂടാതെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള വളരെയധികം അർത്ഥവത്തായ ആശയം നിറഞ്ഞു നിൽക്കുന്ന കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. ശരിയല്ലേ? ഇന്നു കാണുന്ന ആളുകളെ നാളെ ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. വിശ്രാന്തഹിയായിട്ട് ഒന്നുമില്ലാതെ നടന്ന അതീവ ദരിദ്രനായ ഒരാളെ 2 ദിവസങ്ങൾ കൊണ്ട് വലിയ ധനികനാക്കുന്നു. പല്ലക്കിലേറിയാണ് അയാൾ നടക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതും ദൈവമാണ്. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പൂ കേറ്റുന്നതും ഭവാൻ. വലിയ കൊട്ടാരത്തിലായിരുന്നു താമസം, രാജാവായിരുന്നു. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് അയാൾ ഒരു ഭിക്ഷാന്തേഹിയായി തോളിൽ മാറാപ്പുമായിട്ട് നടക്കുന്നു. അത് ചെയ്യുന്നതും മറ്റാരുമല്ല, നാം എല്ലാം പ്രാർത്ഥിക്കുന്ന ഈശ്വര ചൈതന്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് നേടാനും എന്ത് ലഭിക്കാനും നമ്മുടെ ഉള്ളിൽ വേണ്ടത് ഈശ്വര ചിന്തയാണ്. തന്റെ കുഞ്ഞു മരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഉണ്ണിക്കണ്ണൻ മനസ്സിൽ വസിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന്. എൻ്റെ മനസ്സിൽ ഉണ്ണിക്കണ്ണനുണ്ട്. ഇനി എനിക്ക് വേറെ മക്കളില്ലെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടില്ല. ആ വേദന ഉണ്ണിക്കണ്ണനിലൂടെ അദ്ദേഹം മറക്കുകയാണ്. ഇങ്ങനെയെല്ലാമുള്ള ആ പൂന്താനത്തിന്റെ കവിത, അതീവ വിശിഷ്ടമായ കവിത, വളരെ അർത്ഥവത്തായ കവിത ജ്ഞാനപ്പാന. അതിലെ ഏതാനും വരികൾ നമുക്കൊന്ന് പഠിച്ചാലോ? അതിലെ ആശയങ്ങളൊന്ന് മനസ്സിലാക്കിയാലോ? എല്ലാവരും തയ്യാറല്ലേ? അതെ. അപ്പോൾ ഞാൻ ആ പഠിക്കാനുള്ള ഭാഗം, കവിത ഒന്ന് ചൊല്ലാം. ശ്രദ്ധയോടെ എല്ലാവരും ഒന്ന് കേട്ടിരിക്കൂ. ജ്ഞാനപ്പാന. സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു, നാണം കെട്ടു നടക്കുന്നിതു ചിലർ. മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു, മതി കെട്ടു നടക്കുന്നിതു ചിലർ. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്കു, കുഞ്ചിരാമനായാടുന്നിതു ചിലർ. കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ.
ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്നിതു ചിലർ. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. വന്നിതന്മാരെ കാണുന്ന നേരത്ത് നിന്നിച്ചത്രേ പറയുന്നിതു ചിലർ. കാൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പുവെന്നും ചിലർ. ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു ബ്രഹ്മാവും ഇനിക്കൊവ്വായെന്നും ചിലർ. അർത്ഥാശയ്ക്കു വിരുദു വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നിതു ചിലർ. സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതു ചിലർ. മത്തേപം കൊണ്ട് കച്ചവടം ചെയ്തും ഉത്തമ തൂരകങ്ങളതുകൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ട് എത്ര നേടുന്നിതർത്ഥം ശിവ ശിവ. വൃത്തിയും കെട്ട് ധൂർത്തരായെപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തി പോരാ മനസ്സിനൊരു കാലം. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിലാശ്ചര്യമെന്നതും. ആശയായുള്ള പാശമതിങ്കിന് വെർവിടാതെ കരേറുന്നു മേൽക്കുമേൽ. സത്തുക്കൾ ചെന്നിരുന്നാലായ അർത്ഥത്തിൽ സ്വൽപ്പമാത്രം കൊടാ ചില ദുഷ്ടന്മാർ. ചത്തുപോം നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോവാനോരുത്തർക്കും. എങ്ങനെയുണ്ട് കാവ്യം? കഴിഞ്ഞില്ല. പശ്ചാത്താപമൊരെള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു. വിത്തട്ടിലാശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. സത്യമെന്നത് ബ്രഹ്മമതു തന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നിതു ചിലർ. കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർഭം. ഇത്രയും ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമുക്കിനി ഈ കവിതാഭാഗത്തിന്റെ ആശയത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ പാഠപുസ്തകം ഒരു സ്വയം പഠന സാമഗ്രിയാണ്. അതിലെല്ലാ കാര്യങ്ങളും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകും. എന്നാലും ഞാൻ എന്റേതായ രീതിയിൽ ഈ കവിതയുടെ ആശയം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്കത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കുക. സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. 16-ാം നൂറ്റാണ്ടിലെ അന്നത്തെ കേരളീയ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുഷ്ടതകൾ, ദുഷ്കർമ്മങ്ങൾ, മനുഷ്യരുടെ തെറ്റായ ജീവിത രീതി, ഇതൊക്കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു കവി. അതെ, അന്നത്തെ ആളുകൾ പലരും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പരസ്പരം പറഞ്ഞ് കലഹിക്കുകയാണ്. അങ്ങനെ നാണം കെട്ട് നടക്കുകയാണ്. എല്ലാവർക്കും സ്ഥാനം വേണം. എവിടെയായാലും കൊട്ടാരത്തിൽ ചെന്നാൽ കൊട്ടാരത്തിലെ മുതിർന്ന സ്ഥാനം വേണം, അല്ലാതെ താഴ്ന്നതൊന്നും പോരാ. അപ്പൊ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പരസ്പരം പറഞ്ഞ് കലഹിച്ച് നാണം കെട്ട് നടക്കുകയാണ് ചില ആളുകൾ.
മതമത്സരം ചിന്തിച്ചു ചിന്തിച്ച് മതി കെട്ടു നടക്കുന്നിതു ചിലർ. മതം, അഹങ്കാരം, മത്സരം, അഹങ്കാരവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള മത്സരവും അതൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് മതികെട്ട്, മതി ബുദ്ധി, ബുദ്ധിയെല്ലാം നശിച്ച് ബുദ്ധിഭ്രമം ബാധിച്ചതുപോലെ നടക്കുകയാണ് മറ്റു ചിലർ. ഇനിയും വേറെ ചിലരെന്താണ് ചെയ്യുന്നത്? ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്ക് കുഞ്ചിരാമൻ ആയിട്ട് ആടുന്നിതു ചിലർ. ചഞ്ചലാക്ഷിമാർ, നല്ല മനോഹരമായ കണ്ണുള്ളവർ, സുന്ദരികൾ, സുന്ദരികളായ സ്ത്രീകളുടെ വീടുകളിൽ ചെല്ലും. പുക്കുക, പ്രവേശിക്കുക. അവരുടെ വീടുകളിൽ ചെന്നിട്ട് ആ സുന്ദരികൾ പറയുന്നത് കുഞ്ചിരാമനെ പോലെ, കുരങ്ങിനെ പോലെ, അങ്ങോട്ട് ചാടുരാമ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടുരാമ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടും. സുന്ദരികൾ എന്തു പറയുന്നുവോ അതെല്ലാം ചെയ്തുകൊണ്ട് ആ വീടുകളിൽ അവരോടൊപ്പം കഴിയും. അതാണ് കുഞ്ചിരാമനായിട്ട് ചിലർ ആടുന്നു. പെണ്ണുങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നു. മറ്റു ചിലർ കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ. കോലകം, കൊട്ടാരം, കൊട്ടാരങ്ങളിൽ അവിടെ സേവകരായിട്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിട്ട് ഒരു കോലം കെട്ടി, ഞങ്ങൾ അവിടുത്തെ ആളുകളാണ്, പ്രമാണികളാണ്, എന്തു വേണമെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, കൊട്ടാരത്തിലെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് ആ വേഷം കെട്ടി അങ്ങനെ ഞെളിഞ്ഞ്, വലിയ ആളുകളാണെന്നുള്ള ഭാവത്തില് ഞെളിഞ്ഞ് അങ്ങനെ നടക്കുന്നുണ്ട്. ചിലർ ശാന്തി ചെയ്ത് പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്നിതു ചിലർ. ശാന്തി പൂജ ചെയ്തിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ന പേരിൽ നടക്കുന്ന കുറെ ആളുകളും ഉണ്ട്. ഇനി മറ്റു ചിലരുടെ കാര്യമാണ് കഷ്ടം. അവരെന്താ ചെയ്യുന്നത്? അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. വീട്ടിലെ കാര്യങ്ങളൊന്നും അവർ നോക്കുന്നില്ല. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും അവർക്ക് വിശപ്പ് മാറാനുള്ള ഭക്ഷണം, അതിനുള്ള വക പോലും അവർ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അവരുടെ കാര്യം ചിന്തിക്കുന്നില്ല. ചില ക്രൂരന്മാർ, അവർ അഗ്നിസാക്ഷിണിയായ ഒരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല. അഗ്നിയെ സാക്ഷി നിർത്തി വിവാഹം ചെയ്ത ഭാര്യയെ ഒട്ടും തന്നെ ഓർക്കുന്നില്ല. അങ്ങനെ ഒരു ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്, അത് സ്വപ്നത്തിൽ പോലും കാണുന്നില്ല എന്ന് പറയുന്നതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അവർ ഒരു നിമിഷം പോലും അങ്ങനെ ഒരു ഭാര്യ വീട്ടിലുണ്ട് എന്ന് ചിന്തിക്കുന്നില്ല. എന്ന് വെച്ചാൽ കുടുംബ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവനവന്റെ കാര്യങ്ങൾ നോക്കി കയ്യിൽ കിട്ടുന്ന പണം ദുർച്ചെലവുകൾ നടത്തി തോന്നിയ പോലെ ജീവിക്കുന്നു. അപ്പൊ ഇത്രയും ഭാഗത്ത് നമ്മൾ കാണുന്നത് അക്കാലത്തെ ജനങ്ങളുടെ ദുഷ്ടതകളാണ്, അല്ലെ? അവരുടെ ഓരോ ദുഷ്പ്രവർത്തികളാണ്, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. അടുത്ത ഭാഗം നോക്കൂ. സത്തുക്കൾ കണ്ട് ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രോധിക്കുന്നു ചിലർ. സത്തുക്കൾ, സജ്ജനങ്ങൾ, നല്ല ജനങ്ങൾ. അവർ ചിലപ്പോൾ ആളുകളെ കാണുമ്പോൾ ഇങ്ങനെ നല്ലവരല്ലാതെ ഭാര്യയെയും അച്ഛനെയും അമ്മയും ഒക്കെ നോക്കാതെ നടക്കുന്ന ആളുകളെ കാണുമ്പോൾ നല്ലത് ഉപദേശിക്കും. അങ്ങനെ ചെയ്യരുത്, വീട്ടിൽ ചെല്ലണം, കയ്യിൽ കിട്ടുന്ന പണം വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒക്കെ കൊടുക്കണം, അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് സജ്ജനങ്ങൾ ഉപദേശിക്കും. അങ്ങനെ ഉപദേശിക്കുമ്പോൾ ഇവർക്ക് സജ്ജനങ്ങളോട് തോന്നുന്ന വികാരം എന്താണ്? ശത്രുവാണെന്ന്. ശത്രുവിനെ പോലെ അവർ ദേഷ്യപ്പെടും. അപ്പോൾ പിന്നെ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുകയാണ്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും, എന്റെ ഭാര്യയെ ഞാൻ ചിലപ്പോൾ നോക്കിയില്ല എന്ന് വരും, നിങ്ങൾ ആരാണ് എന്നെ ഉപദേശിക്കാൻ? വന്നിരിക്കുന്നു കുറെ നല്ല ജനങ്ങൾ എന്ന് പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടും. അപ്പൊ സത്തുക്കൾ കണ്ട് ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവിനെ പോലെ ക്രോധിക്കുന്നു ചിലർ. വന്ദിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. വന്ദിക്കപ്പെടേണ്ട ആളുകൾ, തങ്ങളെക്കാൾ പ്രായം കൂടിയ ആളുകൾ, ഗുരുനാഥന്മാർ, മുതിർന്നവർ, അവരെല്ലാം കാണുമ്പോൾ വന്ദിക്കുകയാണ് വേണ്ടത്, നമസ്കരിക്കുകയാണ് വേണ്ടത്. പക്ഷെ അവരെ കാണുമ്പോൾ ചില ആളുകൾ എന്താ ചെയ്യുന്നത്? നിന്ദിക്കുകയാണ്. അവരെ കുറിച്ച് നിന്ദാവാക്കുകൾ പറയുകയാണ്, തെറ്റായ വാക്കുകൾ പറയുകയാണ്. വന്ദിച്ചില്ലെങ്കിൽ വന്ദിച്ചില്ല എന്നേ ഉള്ളൂ, പോട്ടെ. പക്ഷെ ഇത് വന്ദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ നിന്ദിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. എത്ര ക്രൂരരാണല്ലേ മനുഷ്യർ! ഇത് 16-ാം നൂറ്റാണ്ടിലെ കഥയാണ് കേട്ടോ, നമ്മുടെ കഥയല്ല.
നമ്മുടെ കഥയുമായിട്ട്, നമ്മുടെ ജീവിതകാലവുമായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറയാം അല്ലേ? ഇതിലൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ വരെ പഠിച്ച കാര്യങ്ങളിൽ പലതും നമ്മുടെ ഈ കാലഘട്ടത്തില് ഈ സമയത്ത് നമ്മുടെ ചുറ്റും നടക്കുന്നത് തന്നെയാണ് അല്ലെ? അപ്പൊ വന്ദിതന്മാരെ കാണുന്ന നേരത്ത് ആളുകൾ എന്താ ചെയ്യുന്നത്? നിന്ദിക്കുന്നു. കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വം ഈ വണ്ണം നിൽപ്പുവെന്നും ചിലർ അഹങ്കാരത്തോടെ ഞെളിഞ്ഞു നിന്ന് പറയുകയാണ്. നിങ്ങളെല്ലാം കാണുക, ഈ സംസാരം അർത്ഥം ഇവിടെ ജീവിതം എന്നാണ്. നിങ്ങൾ കാണുക, നോക്ക്, ഈ എന്റെ ജീവിതം കൊണ്ടാണ്, എന്റെ പ്രവൃത്തി കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അവരുടെ വിചാരം അവരാണ് വലിയ ആളുകൾ, അവരുടെ പ്രവൃത്തി അതുകൊണ്ടാണ്, അവരുടെ ജീവിതം കൊണ്ടാണ് ഈ ലോകം, ഈ വിശ്വം ഇങ്ങനെ നന്നായിട്ട് നിൽക്കുന്നത് എന്ന ഒരു അഹംഭാവം ആണ് ആ മനുഷ്യരിലുള്ളത്. ചിലർ ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് ബ്രഹ്മാവും ഇനി കൊവ്വ എന്നും ചിലർ. ബ്രാഹ്മണർ എക്കാലത്തും സമുദായത്തിലെ ഉയർന്ന മേഖലയിൽപ്പെട്ട ഒരു വിഭാഗമാണല്ലോ ബ്രാഹ്മണർ. പൂജാതി കർമ്മങ്ങളിലും മറ്റും ഏർപ്പെട്ടിരുന്ന ആ വിഭാഗക്കാർ, അവർക്ക് ഒരു വലിയ അഹങ്കാര ഭാവം ഉണ്ടായിരുന്നു. ഞങ്ങൾ വലിയ ആളുകളാണ്, ബ്രാഹ്മണരാണ്. ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് അവർ നേരെ നടക്കുന്നില്ല, കുന്തിച്ച് എന്നിട്ട് അവർ പറയുന്നു, ബ്രഹ്മാവ് പോലും ഞങ്ങളുടെ ഒപ്പം എത്തുകയില്ല. അത്രമാത്രം വലിയ ആളുകളാണെന്നുള്ള ഭാവമായിരുന്നു ആ വിഭാഗക്കാർക്ക് എന്നും കവി പറയുന്നു. നോക്കൂ, എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു അല്ലേ അന്നത്തെ ജനങ്ങൾ. കവിയുടെ മനസ്സിലൂടെ ഈ വരികൾ വന്നെങ്കിൽ, അദ്ദേഹം എഴുതിയെങ്കിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹം കണ്ടിട്ടാണല്ലോ, മനസ്സിലാക്കിയിട്ടാണല്ലോ. അപ്പോൾ അന്നത്തെ കേരളീയ സമൂഹത്തിന്റെ അവസ്ഥ അത് മാറണം, അവരെല്ലാം നല്ല രീതിയിലാകണം എന്നുള്ള ചിന്തയായിരിക്കാം കവിയെ കൊണ്ട് ഒരു പക്ഷേ ഇത്തരത്തിൽ എഴുതിപ്പിച്ചത് എന്ന് നമുക്ക് പറയാം. കഴിഞ്ഞില്ല, ഇനി മനുഷ്യന്റെ പണത്തിനോടുള്ള ആർത്തി. ധനം അതേക്കാലത്തും മനുഷ്യന് ആർത്തി കൊടുക്കുന്ന ഒരു വസ്തു തന്നെയാണ്. പണം അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് എക്കാലവും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത്, ഈ ലോകത്തുണ്ടായിരുന്നത്. ഇന്നും അങ്ങനെ തന്നെ. പണത്തിനു വേണ്ടി എത്രയോ ആളുകളെ കൊന്നിട്ട് അവരുടെ ധനവും സ്വർണവും എല്ലാം കവർന്നെടുത്തുകൊണ്ട് പോകുന്നു. നിത്യവും നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്തകളിൽ ഇങ്ങനെയുള്ള വാർത്തകളും ഉൾപ്പെടുന്നുണ്ട് അല്ലെ? ഇവിടെ കവി പറയുന്നത് നോക്കൂ, ധനത്തിന്റെ ആ ഒരു ആർത്തിയെ കുറിച്ച്. അർത്ഥാശയ്ക്ക് വിരുദു വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നിതു ചിലർ. അർത്ഥം ധനം കൂടുതൽ വേണം, ധനം ഉണ്ടാകണം. അതിനുവേണ്ടി സമർത്ഥമായിട്ട് ചില ആളുകൾ പണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അഗ്നിഹോത്രാദി യാഗകർമാദികൾ, അഗ്നിയൊക്കെ വെച്ചിട്ട് യാഗകർമാദികൾ നടത്തുന്നു. അന്നത്തെ ഒരു വിശ്വാസമാണത്. യാഗാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അനുഗ്രഹങ്ങൾ ലഭ്യമാകുമെന്ന് പുരാണങ്ങളിലും അതുപോലെയുള്ള കൃതികളിലെല്ലാം തന്നെ യാഗാദി കർമ്മങ്ങൾക്കുള്ള പ്രസക്തി പറയുന്നുണ്ട്. ഇവിടെ ചില ആളുകൾ പണം ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ ബുദ്ധിയിൽ വരുന്ന കാര്യമാണ് യാഗാദി കർമ്മങ്ങൾ, ഹോമാദി കർമ്മങ്ങൾ ചെയ്യുക എന്നത്. അങ്ങനെ ചെയ്തിട്ട് പണം ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നു. ചിലരാകട്ടെ സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതു ചിലർ. അവരുടെ കയ്യിൽ ധാരാളം സ്വർണം ഇരിപ്പുണ്ട്. അതുപോലെ നവരത്നങ്ങൾ, രത്നങ്ങൾ 9 എണ്ണമാണ്, 9 തരമാണ്. ആ നവരത്നങ്ങളുണ്ട്, അതൊക്കെ വിൽക്കുകയാണ്. അതെല്ലാം വിറ്റിട്ട് ധനം സമ്പാദിക്കുകയാണ്. കഴിഞ്ഞില്ല വിൽക്കൽ. മത്തേഹം കൊണ്ട് കച്ചവടം ചെയ്തും ഉത്തമ തുരകങ്ങൾ അതുകൊണ്ടും. ചിലരുടെ കയ്യിൽ ആനകളുണ്ട്. മത്തേഹം മതിച്ച ആനകളെ കച്ചവടം ചെയ്യുന്നു. ഉത്തമ തുരകം കുതിര, ശ്രേഷ്ഠമായ നല്ല എടുപ്പുള്ള കുതിരകൾ
അതിനെയും വിൽക്കുന്നു. ആനകളെയും കുതിരകളെയും ഒക്കെ വിറ്റ് പണം സമ്പാദിക്കുന്നു. കഴിഞ്ഞില്ല, ഇനിയുണ്ട്. അത്രയുമല്ല, കപ്പൽ വെപ്പിച്ചിട്ട് എത്ര നേടുന്നിതർത്ഥം. ശിവ ശിവ. ആനകളും കുതിരകളും രത്നങ്ങളും സ്വർണമൊന്നുമല്ല, കപ്പലുകളിലൂടെ കച്ചവടം ചെയ്തും പണം സമ്പാദിക്കുകയാണ് എന്ന് കവി പറയുന്നു. വൃത്തിയും കെട്ട് ധൂർത്തരായി എപ്പോഴും അർത്ഥത്തെ കൊതിച്ചത്ര നശിക്കുന്നു. എപ്പോഴും ഒരു ചിന്തയുള്ളൂ, പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം എന്ന്. അതിനു വേണ്ടിയിട്ട് വൃത്തിയും കെട്ട്, വൃത്തിയുമില്ല, ധൂർത്തരായിട്ട് എല്ലാം ചിലവാക്കിക്കൊണ്ടു ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ നടക്കുമ്പോഴും അവർക്ക് ചിന്ത ഒന്നു മാത്രമേ ഉള്ളൂ, അർത്ഥം, ധനമുണ്ടാക്കണം എന്നത്. അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തി പോരാ മനസ്സിനൊരു കാലം. അർത്ഥം, പണം എത്രയുണ്ടായാലും മനസ്സിന് തൃപ്തി വരുന്നില്ല, ഇനിയും വേണം എന്ന ചിന്തയാണ്. അത് ശരിയല്ലേ? ഏതൊരു മനുഷ്യനും ജീവിക്കാൻ ആവശ്യമായ പണമുണ്ടെങ്കിൽ അത് മതി എന്ന് വയ്ക്കുന്നുണ്ടോ? എനിക്കിനിയും പണമൊന്നും വേണ്ട, എനിക്ക് ഒരു ജന്മം മുഴുവൻ ജീവിക്കാനുള്ള എല്ലാം ധനവുമായിട്ടുണ്ട്, ഇനി എനിക്ക് 1 രൂപ പോലും വേണ്ട എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരു കാലത്തും ആരും വിചാരിക്കുകയില്ല. ഇങ്ങനെ എത്ര കിട്ടിയാലും മതി വരാതെ പണം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. കവി പറയുന്നു, അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തി പോരാ മനസ്സിനൊരു കാലം. നോക്ക്, 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. 10 രൂപ കിട്ടുമ്പോൾ മനസ്സിൽ വരുന്ന തോന്നൽ എന്താണ്? ഒരു 100 രൂപ കിട്ടിയെങ്കിൽ എന്ന്. 100 രൂപ കിട്ടുമ്പോൾ ശതം 100, 100 രൂപ കയ്യിൽ വരുമ്പോൾ അടുത്ത ആഗ്രഹം എന്താണ്? എന്തായിരിക്കും? സഹസ്രം മതിയെന്നും. സഹസ്രം 1000. 100 രൂപ കയ്യിൽ കിട്ടുമ്പോൾ അടുത്തതായിട്ട് ഒരു 1000 രൂപ എനിക്ക് കിട്ടിയെങ്കിൽ എന്നാണ് ആഗ്രഹം. 1000 രൂപ കിട്ടി. 1000 രൂപ കയ്യിൽ വരുമ്പോൾ പിന്നത്തെ ആഗ്രഹം എന്തായിരിക്കും? നിങ്ങൾ പറയൂ, എന്തായിരിക്കും? അതെ, 1000 പോരാ, മതി എന്നൊന്നും അല്ല വിചാരിക്കുന്നത്. 1000 കിട്ടിയാലോ എനിക്കിത് മതി എന്നല്ല വിചാരിക്കുന്നത്. ഒരു 10,000 ആയുധം. ഇവിടുത്തെ ആയുധം അല്ല കേട്ടോ, ആയുധം. 10,000 എന്നാണ് അർത്ഥം. അപ്പൊ 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധം ആകിൽ ആശ്ചര്യം എന്നതും. അതൊരു 10,000 ആയെങ്കിൽ എന്ന് താല്പര്യപ്പെടും. കവി പറയുന്നത് ശരിയല്ലേ? 10 കിട്ടുമ്പോൾ 100, 100 കിട്ടുമ്പോൾ 1000, 1000 കിട്ടുമ്പോൾ 10,000. അവിടെ വരെ കവി പറയുന്നുള്ളൂ. 10,000 കിട്ടിയാൽ പിന്നെ അടുത്തത് ലക്ഷമാണ്, ലക്ഷം കിട്ടിയാൽ പിന്നെ അടുത്ത കോടിയാണ്. അങ്ങനെ പോകുന്നു. മനുഷ്യന് പണത്തിനോടുള്ള ആർത്തി കുറയുന്നില്ല, എത്ര കിട്ടിയാലും മതി വരുന്നില്ല. അത് എന്നും ഉള്ള കഥ തന്നെയാണ്. മനുഷ്യനുള്ള കാലം വരെ അതങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇപ്പൊ പണത്തിനോടുള്ള ആർത്തി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? 16-ാം നൂറ്റാണ്ടിലെ മനുഷ്യരുടെ ആർത്തിയാണ് കേട്ടോ നമ്മൾ പഠിച്ചത്. നമ്മുടെ ആർത്തിയല്ല, നമുക്ക് ഇങ്ങനെയുള്ള ആർത്തിയൊന്നുമില്ല അല്ലെ? ഉണ്ടോ? അടുത്ത നോക്കാം. ആശയായുള്ള പാശമതിങ്കേന്ന് വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ. കവി പറയുകയാണ്, ആ പണമുണ്ടാക്കണമെന്ന ആ ആശ അതൊരു കയറ്. പാശം എന്ന് വെച്ചാൽ കയറ്. ആ കയറ് നമ്മളെ ചുറ്റുകയാണ്. ഓരോ നിമിഷവും ആ കയറങ്ങനെ ചുറ്റി ചുറ്റി മുറുക്കുകയാണ്. അതൊരിക്കലും അയയുന്നില്ല. അതുപോലെയാണ് ആശ. പണമുണ്ടാക്കണമെന്നുള്ള ആ ആശ, ആഗ്രഹം, അതൊരു കയറ് നമ്മളെ ചുറ്റി വരിഞ്ഞതുപോലെ നമ്മളെ നിമിഷം തോറും മുറുക്കി മുറുക്കി കൊണ്ടിരിക്കുകയാണ്. സത്തുക്കൾ ചെന്നിരന്നാല അർത്ഥത്തിൽ സ്വൽപ്പമാത്രം കൊടാ ചില ദുഷ്ടന്മാർ. ചില ആളുകൾ, സത്തുക്കൾ, നല്ല ആളുകൾ, അവർക്ക് ഒരു പൈസ പോലും ഇല്ല, ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ല, നല്ല ജനങ്ങളാണ്, പക്ഷെ അവർക്കൊരു വരുമാനവുമില്ല. അവർ ചിലപ്പോൾ ചെന്ന് ഈ ഒരുപാട് പണം സമ്പാദിച്ചു വെച്ചിട്ടുള്ള ആ ആളുകളുടെ അടുത്ത് ചെന്ന് എന്തെങ്കിലും തരണം എന്ന് ചോദിച്ചാൽ അതിൽ നിന്നും സ്വൽപ്പമാത്രം സ്വൽപ്പമാത്രം പോലും കൊടുക്കുകയില്ല. അല്പം പോലും ആ ദുഷ്ടന്മാർ കൊടുക്കുകയില്ല. ഈ പാവപ്പെട്ട ആളുകൾക്ക് ദാനധർമ്മം അവർ ഒരിക്കലും ചെയ്യുകയില്ല. സത്തുക്കൾ ചെന്നിരന്നാൽ ആ അർത്ഥത്തിൽ നിന്നും സ്വൽപ്പമാത്രം കൊടുക്കുകയില്ല ചില ദുഷ്ടന്മാർ. അടുത്ത വരി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കവി പറയുന്നു, എന്താ പറയുന്നത്?
ചത്തുപോം നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോവാനൊരുത്തർക്കും. എത്ര സത്യമാണത് അല്ലേ? നമ്മൾ ചത്തുപോകുമ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന്. അതാരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യുമോ? അല്ലെങ്കിൽ പണം ഇങ്ങനെ ഉണ്ടാക്കി വെക്കാൻ തോന്നുമോ? ഇല്ല. എത്ര നമ്മൾ ഉണ്ടാക്കിയാലും എന്തെല്ലാം നേടിയാലും നമ്മൾ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നാണ് കവി പറയുന്നത്. വളരെ അർത്ഥവത്തായ വരികൾ. ഇവിടെയാണ് നമ്മൾ എഴുത്തച്ഛന്റെ വരികൾ ഓർക്കുന്നത്. അദ്ദേഹവും പറയുന്നുണ്ട്, നാം ഈ ഭൂമിയിൽ നിന്നും ഒന്നും കൊണ്ടുപോകുന്നില്ല, നമ്മുടെ ശരീരം പോലും നമുക്ക് സ്വന്തമല്ല എന്ന്. പശ്ചാത്താപം ഒരെള്ളോളും ഇല്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു. ഈ ദുഷ്ടന്മാർ, അവർക്കൊരു പശ്ചാത്താപവുമില്ല. അവർ ചെയ്യുന്ന തെറ്റുകൾ അത് തെറ്റാണ്, കുറ്റമാണ് എന്നൊക്കെ അറിയാമെങ്കിലും അവർക്ക് അതിലൊരു പശ്ചാത്താപം, ഒരു കുറ്റബോധവുമില്ല. അവരതങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വിത്തത്തിൽ ആശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. വിത്തം ധനം. ധനത്തില് ആശ കയറിയിട്ട് ധനമുണ്ടാക്കണം എന്ന ആ ഒരു ചിന്തയാൽ അതൊരു കാരണമായിട്ട്, ഹേതു കാരണം, അതൊരു കാരണമായിട്ട് ചില ആളുകൾ സത്യത്തെ ത്യജിക്കുന്നു, സത്യത്തെ ഉപേക്ഷിക്കുന്നു. അവർക്കറിയാം പണമുണ്ടാക്കാനുള്ള അവർ കണ്ടുപിടിച്ച മാർഗം സത്യത്തിന് നിരക്കുന്നതല്ല, അത് തെറ്റാണ്, തെറ്റായ മാർഗമാണ്. പക്ഷെ പണം ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ട് അവർ സത്യത്തെ ഉപേക്ഷിക്കുന്നു, എന്നിട്ട് തെറ്റിലേക്ക് കടക്കുന്നു. സത്യത്തെ ത്യജിക്കുകയാണ് ആളുകൾ. കവി പറയുന്നു, സത്യം എന്നത് ബ്രഹ്മം അതുതന്നെ, സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. സത്തുക്കൾ നല്ല ആളുകൾ, സജ്ജനങ്ങൾ. അവർ സത്യത്തിന് എന്താണ് അർത്ഥം നൽകിയിരിക്കുന്നത്? സത്യം എന്നത് ബ്രഹ്മമാണ് എന്നാണ് സത്തുക്കൾ കരുതുന്നത്. പക്ഷേ ദുഷ്ടന്മാരായ ആളുകൾക്ക് സത്യം എന്നതിന് വല്ല വിലയുമുണ്ടോ? അവർ അതിന് യാതൊരു വിലയും നൽകുന്നില്ല. ധനമുണ്ടാക്കാൻ വേണ്ടി സത്യത്തെ കളഞ്ഞിട്ട് തെറ്റായ മാർഗത്തിലൂടെ, ദുഷ്പ്രവൃത്തിയിലൂടെ സഞ്ചരിക്കുകയാണ് അവർ. സത്തുക്കൾ സത്യത്തെ എങ്ങനെയാ കാണുന്നത്? ബ്രഹ്മമായിട്ട് കാണുന്നു. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ. വിദ്യ, അറിവ്, അറിവാണല്ലോ എല്ലാത്തിന്റെയും അടിസ്ഥാനം. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണ് ചൊല്ലു തന്നെ. എല്ലാ ധനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് വിദ്യ എന്നാണ് അർത്ഥം. ഒരിക്കലും ആർക്കും നമ്മളിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു ധനമാണ് വിദ്യ. അത് നമ്മുടെ ഉള്ളിൽ നമ്മളുള്ള കാലം വരെ നിലനിൽക്കും. എന്നാൽ ഇവിടെ ചില വിദ്വാൻമാർ, ചില പണ്ഡിതന്മാർ അവർ ചെയ്യുന്ന എന്താണെന്ന് നോക്കൂ. വിദ്യ കൊണ്ട്, അറിവ് കൊണ്ട് നേടേണ്ടത് എന്താണെന്ന് അറിയാതെ, വിദ്യ കൊണ്ട് നേടിയത് എന്താണെന്ന് അറിയാതെ വിദ്വാനാണ്, ഞാനൊരു പണ്ഡിതനാണ് എന്ന് നടിക്കുകയാണ്. അവർക്ക് ശരിയായ അറിവില്ല. എന്നിട്ട് എന്തൊക്കെയോ നേടി എന്ന വിചാരത്തിൽ വലിയ പണ്ഡിതനാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അതിനുദാഹരണമായിട്ട് കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഗർദഭം കഴുത. ഭാരം ചുമക്കുന്ന ഒരു മൃഗമാണല്ലോ കഴുത. അതിന്റെ മുതുകിൽ ഭാരം, ചാക്കുകളിലും മറ്റു സാധനങ്ങൾ നിറച്ച് വെച്ചിട്ട് അത് ചുമപ്പിക്കുന്നു. ഇവിടെ ഈ കഴുതയുടെ മുതുകിൽ വച്ചിരിക്കുന്ന ചാക്കില് അതീവ സുഗന്ധമുള്ള, അതീവ ഗുണമുള്ള കുങ്കുമമാണ്. പക്ഷെ അത് ചുമക്കുന്ന കഴുതയ്ക്ക് അറിയില്ല ഞാൻ ചുമക്കുന്നത് അതിശ്രേഷ്ഠമായ കുങ്കുമമാണെന്ന്. അപ്പൊ കുങ്കുമത്തിന്റെ വില അറിയാതെ അത് ചുമന്നു കൊണ്ടുപോകുന്ന ആ കഴുതയെ പോലെ വിദ്യയുടെ വില അറിയാതെ ചില ആളുകൾ വിദ്യ ഉണ്ട്, അതിന്റെ വില അറിയാതെ, അതിന്റെ ഗുണം അറിയാതെ പ്രവർത്തിക്കുന്നു എന്നർത്ഥം. ഇത്രയുമാണ് ഈ കവിതയുടെ ആശയം.
നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതില് പഠന പ്രവർത്തനങ്ങളിലെ കുറെ ചോദ്യങ്ങൾ സ്വയം പഠന സാമഗ്രിയാണെന്ന് പറഞ്ഞല്ലോ. ചെറിയ ചോദ്യങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ നിങ്ങൾക്ക് തരികയില്ല. ഇതിൽ കൊടുക്കാത്ത ചില ചോദ്യങ്ങളുണ്ട്, വിലയിരുത്തൽ ചോദ്യങ്ങൾ പോലെയുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് തുടർ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എല്ലാവരും എൻ്റെ ക്ലാസ് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റുകളായിട്ടിടണം. ചെയ്യുമല്ലോ?